2025 മെയ് 18 ഞായറാഴ്ച രാത്രി 7:30 രാഹു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും സംക്രമിക്കുന്നു. ശനി കഴിഞ്ഞാൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്നതും ഛായാഗ്രഹങ്ങളുമായ രാഹുവും കേതുവും പരസ്പരം 7-ാം ഭാവത്തിൽ 180 ഡിഗ്രി അകലെയാകും നിലകൊള്ളുന്നത്. പാപഗ്രഹങ്ങളായ രാഹുവിൻ്റെ കുംഭൻ രാശിയിലെ സഞ്ചാരവും കേതുവിൻ്റെ ചിങ്ങൻ രാശിയിലെ സഞ്ചാരവും മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള 12 രാശികളിൽ ജനിച്ചവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പരിശോധിക്കാം. ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യപതികമടങ്ങിയ മകരക്കൂറുകാർക്ക് രാഹു 3-ാം ഭാവത്തിൽ നിന്നും 2-ാം ഭാവത്തിലേക്കും കേതു 9-ാം ഭാവത്തിൽ നിന്നും 8-ാം ഭാവത്തിലേക്കും വരുന്നു. 2-ാം ഭാവത്തിലേക്ക് വരുന്ന രാഹു ദോഷപ്രദനാണ്. രാഹുവിന് 2-ാം ഇടം മാരകസ്ഥാനമാണ്. കാര്യതടസ്സമായിരിക്കും സംഭവിക്കുന്നത്. മനസ്സിൽ ഭയചിന്തകൾ ഉടലെടുക്കാം. തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരണ ഉണ്ടാകും. അധികാരികളുടെ കണ്ണിലെ കരടാകും. പിടിവാശി, കോപം എന്നിവ നിയന്ത്രിക്കണം. കടബാധ്യത വർദ്ധിച്ചേക്കും. വലിയ സാമ്പത്തിക മുതൽ മുടക്കുകൾ വേണ്ടിവരുന്ന കാര്യങ്ങൾ തുടങ്ങാതിരിക്കുകയാണ് അഭികാമ്യം. ഉയർന്ന പദവികൾ ലഭിക്കാനുള്ള ശ്രമം വിജയം കാണണമെന്നില്ല. ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളും ആലോചനാപൂർവ്വം വേണം നിർവഹിക്കാൻ. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തടസ്സം വരാൻ ഇടയുണ്ട്. കേതു അഷ്ടമത്തിലേക്ക് വരുന്നത് ദോഷാധിക്യം തന്നെയാണ്. സാഹസങ്ങൾ ഒഴിവാക്കണം. വാഹനം, അഗ്നി ഇവയുടെ ഉപയോഗം കരുതലോടെ വേണം. സാംക്രമിക രോഗങ്ങൾ ബാധിക്കാൻ സാധ്യതയും കാണുന്നുണ്ട്. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.